ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പ്യൂട്ടർ വിഭവങ്ങളെ ഏകീകരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ഇലക്ട്രോണിക് നിർദ്ദേശങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പ്രധാന ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഡോസ്, യൂണിക്സ്, ലിനക്സ്, വിൻഡോസ്, മാക്, ഉബുണ്ടു. ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ആദ്യം ലോഡ് ചെയ്യപ്പെടുന്ന പ്രോഗ്രാമുകൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരു കമ്പ്യൂട്ടറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടറിൻ്റെയും വ്യക്തിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാധ്യമം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയറുകളുടെ അടിസ്ഥാന പ്രവർത്തനത്തെ സഹായിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരു സമയത്ത് ഒരാൾക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരേ സമയം ഒന്നിലധികം പേർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒന്നിൽ കൂടുതൽ പ്രോഗ്രാമുകൾ ഒരു നിശ്ചിത ഇടവേളകളിലായി റൺ ചെയ്യിപ്പിക്കാൻ കഴിവുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരേ സമയം ഒന്നിലധികം CPU ഉപയോഗിച്ച് ജോലി ചെയ്യാൻ കഴിയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൾട്ടി പ്രോസസ്സിംഗ്. ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഓരോ പ്രവൃത്തിയും ചെയ്തു തീർക്കണം എന്ന നിബന്ധനയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഡോസ് IBM PCകളിൽ 1981, 1995 കാലഘട്ടത്തിൽ പ്രധാനമായും ഉപയോഗിക്കപ്പെട്ടിരുന്ന പരസ്പര ബന്ധമുള്ള ഒരു കൂട്ടം ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളെയാണ് ഡോസ് അഥവാ ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. മൈക്രോസോഫ്റ്റ് പുറത്തിറക്കിയതാണ് MS ഡോസ്. വിൻഡോസ് OSൻ്റെ ആദ്യകാല പതിപ്പുകൾ ഡോസിൽ പ്രവർത്തിക്കുന്ന പ്രോഗ്രാമാണ് പുറത്തിറങ്ങിയിരുന്നത്. മാക് OS യൂണിക്സ് അടിസ്ഥാനമാക്കി ആപ്പിൾ എന്ന കമ്പനി വികസിപ്പിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മാക് OS. ഇത് ആപ്പിൾ പുറത്തിറക്കുന്ന കമ്പ്യൂട്ടറുകളിൽ മാത്രം ഉപയോഗിക്കാൻ തയ്യാറാക്കിയതാണ്. മാക് OS ആദ്യമായി പ്രാബല്യത്തിൽ വന്നത് 1984 2001 മാക് OS X പുറത്തിറങ്ങി. പിന്നീട് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേര് OS X എന്നാക്കി. OS Xൻ്റെ ഏറ്റവും പുതിയ പതിപ്പാണ് OS X കറ്റാലിന. ഹീര, ചീറ്റ, പ്യൂമ, ജഗ്വാർ, പാന്തർ, ടൈഗർ, ലെപ്പേർഡ്, സ്നോ ലെപ്പേർഡ്, ലയൺ, മൗണ്ടൻ ലയൺ, മെവറിക്സ്, യോസ്മൈറ്റ്, EI ക്യാപിറ്റാൻ, സൈറ തുടങ്ങിയവ OXൻ്റെ വിവിധ പതിപ്പുകളുടെ കോഡ് നെയിമുകളാണ്. വിൻഡോസ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കുന്ന കമ്പനി മൈക്രോസോഫ്റ്റ്. പ്രാബല്യത്തിൽ വന്നത് 1985. മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകൻ ബിൽ ഗേറ്റ്സ്. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ആദ്യ പതിപ്പ് വിൻഡോ 1.0. മൈക്രോസോഫ്റ്റിൻ്റെ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് 10. വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടൊപ്പം ഉള്ള ഡിഫോൾട്ട് ബ്രൗസർ എഡ്ജ്. മൊബൈൽ ഫോണുകൾക്ക് വേണ്ടിയുള്ള വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് മൊബൈൽ. മൊബൈൽ ഫോണുകൾക്ക് വേണ്ടി ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ്. പ്രധാനപ്പെട്ട ആൻഡ്രോയിഡ് പതിപ്പുകൾ കപ്പ് കേക്ക്, ഐസ്ക്രീം, സാൻഡ്വിച്ച്, ജിഞ്ചർ ബ്രെഡ്, കിറ്റ്കാറ്റ്, ജെല്ലി ബീൻ, ഓറിയോ, നൗഗട്ട്, മാഷ്മെല്ലോ, ലോലിപോപ്പ്. ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും പുതിയ പതിപ്പ് ആൻഡ്രോയിഡ് 10. വിൻഡോസ് 95, വിൻഡോസ് 98, വിൻഡോസ് 2000, വിൻഡോസ് NT, വിൻഡോസ് ME, വിൻഡോസ് വിസ്റ്റ തുടങ്ങിയവയാണ് വിൻഡോസിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ. IBM വികസിപ്പിച്ചെടുത്ത യൂണിക്സ് അനുബന്ധ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അജാക്സ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇൻ്റർനെറ്റ് അടിസ്ഥാനമാക്കിയുള്ള ഒരു കമ്പ്യൂട്ടിംഗ് രീതിയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഇൻ്റർനെറ്റ് വഴി ദൂരെ ഇരിക്കുന്ന സെർവറിൽ ഫയലുകൾ സൂക്ഷിക്കാനും ഉപയോഗിക്കാനുമുള്ള സൗകര്യമാണ് ഇതിവിടെ ലഭിക്കുന്നത്. സോഫ്റ്റ്വെയറുകളും ഇതേ മാതൃകയിൽ വിദൂര സ്ഥലങ്ങളിലിരുന്ന് ഉപയോഗിക്കുവാൻ കഴിയും. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വഴി പ്രവർത്തിക്കുമ്പോൾ ഉപയോക്താവിന് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ചെലവുകൾ ഗണ്യമാം വിധം കുറയ്ക്കുവാൻ സാധിക്കുന്നു. ഒരു ഉപയോക്താവിന് ആകെ വേണ്ടത് ഒരു ഇൻ്റർഫേസ് മാത്രമായിരിക്കും. ഉദാഹരണത്തിന്, ഒരു ഇമെയിൽ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നതിനായി ഒരു ഉപയോക്താവിന് യാതൊരു സോഫ്റ്റ്വെയറും തങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരുന്നില്ല. അത് സ്വീകരിക്കുന്നതിന് വേണ്ട ഇൻ്റർഫേസ് ഒഴികെ. സോഫ്റ്റ്വെയർ, പ്ലാറ്റ്ഫോം, ഇൻഫ്രാസ്ട്രക്ചർ എന്നീ 3 സേവനങ്ങളാണ്
ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വഴി സാധ്യമാകുന്നത്. പബ്ലിക് ക്ലൗഡ്, ഒരു സൗജന്യ ക്ലൗഡ് സേവനം. പ്രൈവറ്റ് ക്ലൗഡ്, ബിസിനസ് ആവശ്യങ്ങൾക്കായി സോഫ്റ്റ്വെയറുകൾ വാടകയ്ക്കെടുക്കാൻ സാധിക്കും. ഹൈബ്രിഡ് ക്ലൗഡ്, പബ്ലിക് ക്ലൗഡിൻ്റെയും പ്രൈവറ്റ് ക്ലൗഡിൻ്റെയും കോമ്പിനേഷൻ. ഗ്നു ലിനക്സ്, പേഴ്സണൽ കമ്പ്യൂട്ടറിലും നെറ്റ്വർക്കിലും ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യൂണിക്സ്. യൂണിക്സ് അടിസ്ഥാനമാക്കി നിർമ്മിക്കപ്പെട്ട സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലൊന്നാണ് ഗ്നു ലിനക്സ്. ഇത് ഇൻ്റർനെറ്റിൽ നിന്ന് സൗജന്യമായി ഡൗൺലോഡ് ചെയ്തെടുക്കാം. 1983 റിച്ചാർഡ് സ്റ്റാൾമാൻ തുടക്കം കുറിച്ച ഓപ്പൺ സോഴ്സ് പ്രോഗ്രാമുകളും ടോർവാർഡ് വികസിപ്പിച്ച ലിനക്സ് ജേണലും ചേർത്തതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഉപയോഗിക്കുന്നവർക്ക് ആവശ്യാനുസരണം മാറ്റം വരുത്താവുന്ന ഇത്തരം സോഫ്റ്റ്വെയറുകൾ സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾ എന്നറിയപ്പെടുന്നു. വിൻഡോസ് പോലെ ഇതിൽ ആർക്കും കുത്തക അവകാശവും രഹസ്യ ആധിപത്യവും ഇല്ല എന്നതാണ് സവിശേഷത. സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് റിച്ചാർഡ് സ്റ്റാൾമാൻ. ലിനക്സ് വികസിപ്പിച്ചെടുത്തത് ലിനസ് ടോൾവാർഡ്സ് 1991. ഒരു സമ്പൂർണ്ണ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ലിനക്സ്. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് യൂണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി വളരെയധികം സാദൃശ്യമുണ്ട്. ലിനക്സിൻ്റെ ലോഗോ ടക്സ് എന്ന പെൻഗ്വിൻ. പ്രധാനപ്പെട്ട ലിനക്സ് ദാതാക്കളാണ് റെഡ് ഹാറ്റ്, ഫെഡോറ, ഡെബിയൻ, ഉബുണ്ടു, സ്യൂസെ എന്നിവ. IT at സ്കൂൾ ഇപ്പോൾ പൂർണ്ണമായും ലിനക്സ് അധിഷ്ഠിതമാണ്. നിരവധി ഗവേണൻസ് പ്രൊജക്റ്റുകൾക്ക് ലിനക്സ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി ഉപയോഗിക്കുന്നത്. ഉബുണ്ടുവിൻ്റെ ആദ്യ പതിപ്പ് പുറത്തിറങ്ങിയത് 2004. ഓരോ 6 മാസം കൂടുമ്പോഴും ഉബുണ്ടുവിൻ്റെ പുതിയ പതിപ്പ് പുറത്തിറങ്ങും. 2019 പുറത്തിറക്കിയ ഉബുണ്ടു പതിപ്പിൻ്റെ പേര് ഏവൺ എർമിൻ 19.10. ഉബുണ്ടു ലോഗോയിലെ ചിഹ്നത്തെ സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് എന്നാണ് വിളിക്കുന്നത്. 3 പേർ കൈകോർത്ത് നിൽക്കുന്ന രൂപത്തിലുള്ള ഈ ചിഹ്നം സ്വാതന്ത്ര്യം, സഹപ്രവർത്തനം, സൂക്ഷ്മത, വിശ്വാസ്യത എന്നിവയെ സൂചിപ്പിക്കുന്നു. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ലിനക്സ് ബേസ് ചെയ്തിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻസ്. 18 ഇന്ത്യൻ ഭാഷകളെ സപ്പോർട്ട് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബോസ് വികസിപ്പിച്ചത് സിഡാക്. ഗൂഗിളിൻ്റെ ഡ്രൈവറില്ലാ കാറുകളിൽ ഉബുണ്ടുവിൻ്റെ കസ്റ്റമൈസ്ഡ് പതിപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡ്രൈവറുടെ ആവശ്യമില്ലാതെ സ്വയം പ്രവർത്തിക്കാൻ കഴിവുള്ള യന്ത്രവാഹനങ്ങൾ ഉണ്ടാക്കുന്ന ഗൂഗിൾ പ്രൊജക്റ്റാണ് ഗൂഗിൾ ഡ്രൈവർലെസ് കാർ. അമേരിക്കയിലെ നെവാഡയിലാണ് ഡ്രൈവറില്ലാ വാഹനങ്ങൾ ഉപയോഗിക്കാൻ ഉതകുന്ന നിയമം നിലവിൽ വന്നത്. ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ ഇന്ത്യ, ആസ്ഥാനം തിരുവനന്തപുരം, 2001 ആരംഭിച്ചു. മലയാളം ഗ്നു ലിനക്സ് പ്രോഗ്രാമാണ് സോപാനം. ആൻഡ്രോയിഡ് വേർഷനുകൾ. കോഡ് നെയിം, വേർഷൻ നമ്പേഴ്സ്, ഇനിഷ്യൽ റിലീസ് ഡേറ്റ്. 1. No code name 1.0 September 23, 2008. 2. Petit 4 only internally used 1.1 February 9, 2009. 3. Cupcake 1.5 April 27, 2009. 4. Donut 1.6 September 15, 2009. 5. Eclair 2.0 to 2.1 October 26, 2009. 6. Froyo 2.2 to 2.2.3 May 20, 2010. 7. Gingerbread 2.3 to 2.3.7 December 6, 2010. 8. Honeycomb 3.0 to 3.2.6 February 22, 2011. 9. Ice cream sandwich 4.0 to 4.0.4 October 18, 2011. 10. Jelly bean 4.1 to 4.3.1 July 9, 2012. 11. KitKat 4.4 to 4.4.4 October 31, 2013.
12. Lollipop 5.0 to 5.1.1 November 12, 2014. 13. Marshmallow 6.0 to 6.0.1 October 5, 2015. 14. Nougat 7.0 to 7.1 August 22, 2016. 15. Oreo 8.0 to 8.1 August 21, 2017. 16. Pi 9.0 August 6, 2018. 17. Android 10 10.0 September 3, 2019. മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അഥവാ മൊബൈൽ ഒ എസിലാണ് സ്മാർട്ട് ഫോണുകൾ പ്രവർത്തിക്കുന്നത്. ആധുനിക മൊബൈൽ ഒ എസുകൾ മൊബൈൽ ഫോണുകളെ കമ്പ്യൂട്ടറുകൾക്ക് തുല്യമാകുന്നു. ആൻഡ്രോയിഡ്, iOS, വിൻഡോസ് മൊബൈൽ, ബ്ലാക്ക്ബെറി 10, ഫയർഫോക്സ് ഒ എസ്, സെയിൽഫിഷ്, ഉബുണ്ടു ടച്ച് എന്നിവ മൊബൈൽ ഒ എസുകൾക്ക് ഉദാഹരണങ്ങളാണ്. ബഡ, സിംബിയൻ, പാം ഒ എസ്, മിഗ്രോ തുടങ്ങിയവ ഇപ്പോൾ നിലവിലില്ലാത്ത മൊബൈൽ ഒ എസുകളാണ്. iOS ആപ്പിൾ ഫോണുകളിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് iOS. ഇതിൻ്റെ ഏറ്റവും പുതിയ വേർഷൻ iOS 13 എന്നറിയപ്പെടുന്നു. കൂടുതൽ ചോദ്യോത്തരങ്ങൾ. ഒന്നിന് ശേഷം 100 പൂജ്യമിട്ടാൽ കിട്ടുന്ന സംഖ്യയെയാണ് ഗൂഗിൾ എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റിലെ ഓസ്കാർ എന്നറിയപ്പെടുന്നത് വെബ്ബി അവാർഡ്. കമ്പ്യൂട്ടറിലെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നത് ട്യൂറിംഗ് അവാർഡ്. IBM എന്നത് ഇൻ്റർനാഷണൽ ബിസിനസ് മെഷീൻസ് എന്ന കമ്പനിയുടെ ചുരുക്കരൂപമാണ്. വിക്കിലീക്സ് സ്വീഡൻ ആസ്ഥാനമാക്കിയുള്ള ഓൺലൈൻ ന്യൂസ് ഏജൻസിയാണ്. വിക്കിലീക്സ് സ്ഥാപകൻ ജൂലിയൻ അസാഞ്ച്. ലോകത്തിലെ ആദ്യത്തെ ആനിമേറ്റഡ് ന്യൂസ് റീഡർ അനനോവ. കമ്പ്യൂട്ടറിന് നൽകുന്ന അർത്ഥമില്ലാത്ത വിവരശേഖരങ്ങൾ ഡാറ്റ എന്നറിയപ്പെടുന്നു. ഇവ സംസ്കരിച്ച് അർത്ഥവത്താകുമ്പോൾ ഇൻഫർമേഷൻ എന്നറിയപ്പെടുന്നു. ഡാറ്റകൾ ഇൻഫർമേഷനാക്കി മാറ്റുന്ന പ്രക്രിയ പ്രോസസ്സിംഗ്. കമ്പ്യൂട്ടർ പ്രവർത്തന സജ്ജമാകുന്ന പ്രക്രിയ ബൂട്ടിംഗ്. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിൽ വരുന്ന ഫോൾട്ടുകളെ ബഗ് എന്ന് പറയുന്നു. ഇത് നീക്കം ചെയ്യുന്ന പ്രവർത്തനം ഡീബഗ്ഗിംഗ്. വെബ്സൈറ്റും അതിൽ നിന്ന് ലഭ്യമായ വിവരവും ഓർക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇൻഫോനേഷ്യ. ടെലിഫോൺ ലൈനിലൂടെ വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്ന ഉപകരണം മോഡം. മോഡം എന്നതിൻ്റെ പൂർണ്ണരൂപം മോഡുലേറ്റർ ആൻഡ് ഡീമോഡുലേറ്റർ. SDN എന്നത് ടെലിഫോൺ കമ്പനികൾ നൽകുന്ന ഡിജിറ്റൽ ഫോൺ ലൈൻ സർവീസ്. ISDN എന്നതിൻ്റെ പൂർണ്ണരൂപം ഇൻ്റഗ്രേറ്റഡ് സർവീസസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്.